പ്രവർത്തിക്കുന്ന പന്നിഫാം നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ ഫാം ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പന്നിഫാമിൽ നിന്നുള്ള മാലിന്യങ്ങൾ വലിയ കുഴിയിൽ ശേഖരിക്കുകയും രാത്രികാലങ്ങളിൽ സമീപത്തുള്ള തോട്ടിൽ ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാം അടച്ചുപൂട്ടുന്നതിനായുള്ള നിർദ്ദേശം നൽകിയതെന്ന് അധികൃതർ അറിയിച്ചു. പന്നിഫാമിൽ ബ്രീഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്നും മൃഗങ്ങളെ കാലതാമസം കൂടാതെ മാറ്റിപ്പാർപ്പിക്കണമെന്നും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന പൈപ്പുകൾ ഉടൻ പൊളിച്ചുമാറ്റണമെന്നും മെമ്മോയിൽ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ, വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ, അസിസ്റ്റന്റ് സെക്രട്ടറി പുരുഷൻ, വെറ്റിനറി ഡോക്ടർ സിൻസി, വാർഡ് മെമ്പർ AA റഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് ഫാമിലെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ ഈ വാർഡിലെ ജനങ്ങളുടെ പരാതി മൂലം 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചു. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഇവർക്കപ്പോൾ തന്നെ വാണിംഗ് കൊടുത്തായിരുന്നു, ഇനി നിങ്ങൾ അങ്ങനെ ഒഴുക്കരുതെന്ന് പറഞ്ഞ്. കാരണം കണ്ടമാനം വേസ്റ്റ് കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. ഈ പന്നികളുടെ ഏകദേശം ഒരു 2000-ഓളം പന്നികൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളം ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. കൂടാതെ കുട്ടികളും വൃദ്ധരായവരൊക്കെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലർ കിണർ വരെ മൂടേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് അന്ന് സ്റ്റോപ്പ് മെമ്മോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രേഖാമൂലം നമ്മൾ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തത്. 1 മാസത്തിനുള്ളിൽ ഇവര് ഇത് അടച്ചു പൂട്ടണം എന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ അധികൃതരും ഹെൽത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ നാട്ടുകാരോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നോക്കി പരിശോധിച്ചപ്പോൾ ഇതിന്റെ പല ഭാഗത്തും ഇതിന്റെ വേസ്റ്റ് കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. ഈ മഴ പെയ്യുമ്പോൾ അവിടെ നിന്നും നേരെ ഒലിച്ചിറങ്ങുന്നത് തോട്ടിലേക്കാണ്. അതായത് ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പിന്നെ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളാകെ ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് അടച്ചുപൂട്ടാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാലും പക്ഷേ ഇത് പന്നികളിൽ നിന്നും ഇത് വരില്ല എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞു. അത് പല സ്ഥലത്തും H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പന്നികളിൽ നിന്നല്ല എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഈ കാലാവസ്ഥയിൽ അത് ഒഴുകി തോടുകളിലേക്കാണ് എത്തുന്നത്. അത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതാണ്. പഞ്ചായത്ത് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനായിട്ട് ഇവിടെ അത് ഞങ്ങൾ ഇന്നലെ ഒരു അവലോകന യോഗം നടന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തും ഞങ്ങളുമായിട്ട്. അപ്പൊ അവര് പറഞ്ഞത് ഇത് പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാലും പക്ഷെ ഇതുമായിട്ട് പന്നികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ പന്നികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പന്നികൾ 3 ദിവസം കൊണ്ട് മരണം വരെ സംഭവിക്കാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ സാഹചര്യമല്ല. നമുക്ക് പ്രധാനമായിട്ടും ഇത് അടച്ചുപൂട്ടേണ്ടത് ജനങ്ങളുടെ പരാതി തന്നെയാണ്. ഇവിടുത്തെ വേസ്റ്റ് വെള്ളം പോകുന്നതിന്റെ ഭാഗമായിട്ട്.